ദിവ്യ കണക്ക് എത്തിച്ചില്ലാത്ത ബസ് കിട്ടുന്ന ബസ് സ്റ്റോപ്പാണ് നമ്മുടെ വിൻഡോ സീറ്റ് എടുത്ത് എത്തിച്ചില്ലാത്ത മെട്രോ സ്റ്റേഷനിൽ നമുക്ക് നടരാജമായിട്ടൊരു പരിപാടിയില്ല. എല്ലാവരും പോകുന്ന വഴിയാണ് നമ്മളും പോകണം. യൂണിയനിലെത്തി പോക്കിട്ട് ഇതിനെ കാണുന്നില്ല ദൈവം. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തുടക്കത്തിൽ ഇങ്ങനെ വേണ്ടത് നമുക്ക് ഇങ്ങനെയാ ചേട്ടാ പോകേണ്ടത് പൊക്കണമുണ്ട്. നമ്മള് ദിവ്യ കാണാൻ പോവാണ്. നമ്മൾ ബസ്സിലേക്കാണ് പോകുന്നത്. ആദ്യം നമ്മൾക്ക് എത്തിച്ചില്ലാത്ത ബസ് കിട്ടണം. നമ്മൾ പാണ്ടക്കെട്ടൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ബസ് സ്റ്റോപ്പാണ് നമ്മുടെ. കണ്ടോ, ഇനി ഈ ബസ്സില്ലാത്ത വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ റീചാർജ് ചെയ്യാണ് മെട്രോ കാർഡ്. ഇതാണ് ഞങ്ങളുടെ മൊബൈലിലെ ബസ് ടെർമിനൽ കേട്ടോ. ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സാണ് ആ കിടക്കുന്നത്. ആ ബസ്സിനാണ് ഞങ്ങൾ പോകുന്നത്. ആ ബസ്സിന് ഞങ്ങൾക്ക് എത്തിച്ചില്ലാത്ത വരെ പോകണം. അല്ല, എത്തിച്ചില്ലാത്ത വരെ പോയിട്ട് അവിടെ നിന്ന് യൂണിയൻ മെട്രോയ്ക്കാണ് പോകേണ്ടത്. അവിടെയാണ് അവർ. അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടി. ഞാൻ വിൻഡോ സീറ്റ് എടുത്തു. എൻ്റെ സൈറ്റായിരിക്കുന്നത്. ഞങ്ങൾക്കായിട്ട് പോവാണേ. കിട്ടുപടി അങ്ങനെ നമ്മൾ എത്തിച്ചില്ലാത്ത മെട്രോ സ്റ്റേഷനിൽ എത്തി ഗൈസ്. നമ്മൾ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ, ഒറ്റയ്ക്കല്ല, ഞങ്ങൾ രണ്ടുപേരുമായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ മെട്രോയിലെത്തി. ഓ, ഇങ്ങനെ വരുന്നല്ലേ. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്നാലും നമുക്ക് നടരാജമായിട്ടൊരു പരിപാടിയില്ല. ഇനി നമുക്ക് മെട്രോ കയറണമെങ്കിൽ കുറച്ച് നടക്കണം കേസ്. അപ്പം എല്ലാവരും പോകുന്ന വഴിയാണ് നമ്മളും പോകണം. നടപ്പാതയിലൂടെ നിങ്ങൾ നടന്നുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേസ്. എനിക്കറിയത്തില്ല. ഞങ്ങള് വീണ്ടും എലിവേറ്റർ അല്ലേ, എലിവേറ്റർ തന്നെ കയറി ഞങ്ങൾ മുകളിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ യൂണിയനിലെത്തി. അല്ല, നമ്മൾ എത്തിച്ചില്ലാത്തിലെത്തി. ഇനി യൂണിയനിലോട്ട് പോകണം നമുക്ക്. അവിടെയാണ് നമ്മുടെ ഫ്രണ്ട് നിൽക്കുന്നത്. നമ്മളെയൊക്കെ അകത്ത് നിൽപ്പൊന്നുമില്ല, നമ്മൾ അങ്ങോട്ട് പോകണം. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ഇതിനെന്താ ഇത്ര ഹൈറ്റ് ആകണേ? എനിക്ക് പൊക്കിട്ട് ഇതിനെ കാണുന്നില്ല ദൈവം. ഇങ്ങനെ പൊക്കി പിടിക്കണേ. നമ്മൾ വന്നപ്പോൾ നല്ല രസമുണ്ട്. അപ്പം നമ്മളിനി അടുത്ത പ്രാവശ്യം നമ്മളിങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തുടക്കത്തിൽ ഇങ്ങനെ വേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളറിയാം ഇനി നമുക്കിങ്ങനെ ചെയ്യാമെന്ന്. പിന്നെ അതിൻ്റെ ഒരു ഇത് കഴിയുമ്പോൾ ഇനിയും പിന്നെ തീർന്നു. ഇന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ജോലി, വീട്, റൂം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പുറത്തിറങ്ങിയോണ്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മളിനിയും മെട്രോ കാത്ത് ഇരിക്കുകയാണ്, മെട്രോ വരണം. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ നിൽക്കുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല തിരക്കാണ്. നമ്മുടെ അവിടെ തിരക്കൊന്നുമില്ല. നമ്മുടെ അവിടെ ബസ്സില്ല എപ്പോഴും. ഇവിടെ മെട്രോയ്ക്കൊക്കെ എപ്പോഴും ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. എങ്ങനെയുണ്ട്? നമ്മൾ രണ്ടും ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട്. ഇത് നാട്ടിൽ നിന്നേ നമ്മൾ എടുത്തിട്ട് വന്നതാണ് ഡ്രസ്സ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറേ പേര് അവിടെ നിൽക്കുന്നു, കുറേ പേര് ഇവിടെ നിൽക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടെ. നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല. നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. മെട്രോ വന്നിട്ട് വേണം നമുക്കിനി യൂണിയനിൽ ചെല്ലാൻ. നമ്മുടെ ഫ്രണ്ടിനെ കാണണം. നമുക്ക് ഇങ്ങനെ തിരിച്ചു പോരണം കേട്ടോ. നമുക്ക് അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് പിന്നെ ബസ്സും ഇല്ല. എന്തോ പറയാനാന്ന് തിരിച്ചു വരുമ്പോൾ ബസ് കാണത്തില്ല. നേരത്തെ വന്നാൽ ബസ് കാണും. ഞങ്ങൾ നേരത്തെ ഒരുമിച്ചായിരുന്നു. അപ്പം അവളുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവളുടെ ലാപ്ടോപ്പൊക്കെ എടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ടൈമിനുണ്ട്. അവിടെ ഒരാളോട് എങ്ങനെയാണ് ചേട്ടാ പോകേണ്ടത്, ഇത് തന്നെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഞാൻ അപ്പോൾ അവരെന്തൊക്കെ വലിയ കാര്യം പറച്ചിലാണ്. അപ്പോൾ ഞാൻ ശശി, ഞാൻ ഇവിടെ വെറുതെ നിൽക്കണം, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല.
അവരായി അവരുടെ പാടായി അവർ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഇപ്പം അയ്യോ ഇവിടെ ഇപ്പോൾ ഫുൾ ആൾക്കാരായി. നമ്മൾ ഇടിച്ചു കുത്തി കയറേണ്ട വരുമെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയത്തില്ല. മെട്രോ നമുക്ക് പോകാനുള്ള വന്ന ഗൈസ്, നമ്മൾ പോവാണ്. അതിനകത്ത് നമ്മളെ കാണാം. മെട്രോയിലിരിക്കാൻ സീറ്റ് കിട്ടി ഗൈസ്. നമുക്ക് അടുത്തടുത്ത സീറ്റ് ഇവിടെ ഇങ്ങനെ എനിക്ക് അറിയാമല്ലോ. നമ്മൾ പഠിച്ച നമ്മളിനിയും കൂടെ നമ്മളിനിയും ദുബായിൽ വരുന്നതായിരിക്കും വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് എൻ്റെ മോന്ത ഇങ്ങനെ എൻ്റെ മോന്ത എങ്ങനെയുണ്ട്? ഞാൻ വീഡിയോ എടുത്തതാണ് പുതുതായിട്ട് ഇന്ന് തന്നെ ഫ്രഷ് ഇപ്പം എടുത്തതാണ്. മോന്ത ഒരുപാട് വീർത്തിരിക്കുന്നു. ഡയറ്റാന്ന് പറഞ്ഞിട്ട് വീർത്ത് വരുവാണ്. മാച്ചിങ് ആണ് കേട്ടോ. ഞങ്ങളുടെ മാച്ചിങ് ഞങ്ങളുടെ എക്സ്ട്രാ ഒരു പൊക്കണമുണ്ട് കോളേജിൽ. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കഴിച്ച്. ഇവിടെ എല്ലാവരും ഉണ്ട്. ആരും ഒന്നും അങ്ങനെ എല്ലാവരും എല്ലാവരുടെയുമായിട്ടുള്ള കാര്യങ്ങളിൽ ബിസിയാണ്. അപ്പം നമ്മൾ രസമുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമ്മൾ എൻ്റെ മൈക്രോ ബ്ലേഡിങ് ചെയ്ത പോലെ ഇരിപ്പുണ്ട് ബിരിയാണി. ഞാൻ ത്രെഡ് ചെയ്തത് അവർ ഇച്ചിരി കളർ ഇട്ട് തന്നതാണ്. കളർ കൂടി മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? പിന്നെന്താണ് ഇവിടുത്തെ അച്ചാച്ചൻ ഏതാണ്ട് പറയുന്നുണ്ട് കേട്ടോ, അടുത്ത സ്റ്റേഷനാന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. രണ്ടുപേരെ കാണിക്കട്ടെ. ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്ത നെയിൽ എക്സ്റ്റൻഷനാണ്. നെയിൽ എക്സ്റ്റൻഷൻ മേടിച്ചിട്ടേ ചെയ്തതാണ്. എങ്ങനെയുണ്ട്? 2 കയ്യിലുണ്ട്. ചേട്ടൻ എന്തോ നോക്കുവാണ്. നെറ്റ് കിട്ടുന്നില്ല. നെറ്റ് ഇവിടൊക്കെ നിന്ന് പാട്ട് പാടാൻ വേണ്ടി. എങ്ങനെയുണ്ട് എൻ്റെ മഹം? നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മള് മെട്രോയിൽ നിന്ന് ഇറങ്ങി. നമ്മൾ വെയിറ്റ് ചെയ്യാം ചേട്ടനും അവളും വരാൻ വേണ്ടിയിട്ട്. ഇവിടെ വെയിറ്റ് ചെയ്യണം. എന്ത് രസമാണ്, നല്ല രസമൊക്കെയാണ്. നമുക്കെന്താ തോന്നുന്നു, നമ്മൾ പത്തനംതിട്ടക്കാര് എറണാകുളം ട്രിവാൻഡ്രം പോകുമ്പോൾ എങ്ങനെ ഒരു സിറ്റി അങ്ങനെ നമ്മൾ അതുപോലെയാണ് ഷാർജ എന്ന് പറയുന്നത്. നമ്മുടെ പത്തനംതിട്ട പോലെയാണ് എനിക്ക് ഷാർജ ഫീൽ ചെയ്യുന്നത്. ഷാർജയിൽ നമ്മൾ ദുബായ് വരുമ്പം ഒരു വ്യത്യാസം. നല്ല രസമുണ്ട് ഇവിടെ കേട്ടോ. ചുമ്മാ അതിൽ വൈകിട്ട് ഇറങ്ങാൻ നല്ല രസമാണ് ഇവിടെ. പക്ഷെ നമ്മളിവിടെ കൊള്ളാം. നമ്മൾ ഇന്ന് രാത്രി മാത്രം ഇവിടെ കറങ്ങി നടന്നിട്ട് രാവിലെ പോകാനാണ് പ്ലാൻ. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ? എനിക്കിഷ്ടപ്പെട്ടു. ചില ജോലി രാജിവെച്ചിട്ട് ഞങ്ങൾ ദുബായിലോട്ട് വരികയാണ്. ഞങ്ങൾക്ക് ദുബായ് ഇഷ്ടപ്പെട്ടു. ഇല്ലയോ? നമ്മൾ ദുബായിലോട്ട് വരാൻ തീരുമാനിച്ചു. ജാലി വല്ലതും കിട്ടണ്ടേ? അടുത്ത ഇലക്ഷനിൽ അല്ല, അടുത്ത നമ്മുടെ വിസ തീരുമ്പോൾ നമ്മൾ ദുബായിലോട്ട് ജോലി നോക്കാം. ഇതെങ്ങാണ് നമ്മുടെ എൻ്റെ ഓണർക്കോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കോ മലയാളം അറിയത്തില്ല. പക്ഷെ ഇവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും മലയാളം അറിയാം, മലയാളികളാണ്. അപ്പൊ അവര് കേൾക്കണ, നീ അടുത്ത വർഷം പോവല്ലടാ, എന്നാ നീ ഇപ്പഴേ പോക്കോ. ഇവിടെ അങ്ങനെ വരുന്നത് എനിക്ക് ഡെയിലി എന്തെങ്കിലും കണ്ടന്റ് കിട്ടിയാണേ. ചുമ്മാ ആണെങ്കിലും ഇറങ്ങിയാൽ മതിയായിരുന്നു. സൂപ്പർ നല്ല രസമുണ്ട് കേട്ടോ. അതെ, ഇവിടെ സ്കൂട്ടറൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന്. എങ്ങോട്ട് വെക്കുന്നത് കേട്ടോ? കണ്ടോ അവിടെ കണ്ടോ, കല്യാണ വീട്ടില് ബൾബ് ഇട്ടേക്കുന്ന പോലെ രസമുണ്ട്. അങ്ങനെ നമ്മുടെ ദിവ്യ ചേച്ചി വന്നിട്ടുണ്ട്. ഹായ് പറ. ഹായ് ഗൈസ് പറ. അപ്പൊ നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോവാണ്. എങ്ങോട്ട് തന്നെ ചന്ദ്രമാമൻ പൂർണ്ണചന്ദ്രൻ.
ചേച്ചി കാര്യമായിട്ട് ചേട്ടനോട് കാര്യം പറഞ്ഞോണ്ടിരിക്കാം. ഇതേണ്ട എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ സേട്ടായി. അയ്യോ നല്ലൊരു മരം, പക്ഷെ ഇലകളുമില്ല പൂക്കളുമില്ല, വെറുതെ നിൽക്കും. ആർക്കിനോ വേണ്ടിയിട്ട് നിൽക്കുന്ന മരം. ബാക്കി പാട്ടും ഇടാം.